friends, welcome to Tim's World. ഇന്ന് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു കുറുമക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് മുളപ്പിച്ച ചെറുപയർ, ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ്, പൊട്ടറ്റോ, ഗ്രാമ്പൂ, പട്ട, കുരുമുളക്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി വേവിച്ചെടുക്കാം. നമ്മൾ വെജിറ്റബിൾസിൻ്റെ കൂടെ പട്ട, കുരുമുളക്, ഗ്രാമ്പൂ ഇട്ട് വേവിച്ചാൽ മാത്രമേ നമുക്ക് ഹോട്ടൽ രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഞങ്ങൾ വെജിറ്റബിൾസ് വേവിച്ചെടുക്കാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ്: കുറച്ച് ചെറിയുള്ളി, 2 വെളുത്തുള്ളി, ജാതിപത്രി, ഗ്രാമ്പൂ, കുരുമുളക്, പട്ട, കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് പെരിഞ്ജീരകവും. ഇനി നമുക്ക് ഈ അരച്ചത് വേവിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വറ്റൽമുളകും വേപ്പിലയും ചെറിയുള്ളിയും മല്ലിയിലയും കൂടി എടുത്ത് നമുക്ക് കറി താളിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മുളപ്പിച്ച ചെറുപയറൊന്നും കാണാനേ കിട്ടുന്നില്ല. ഉണ്ടോ? അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഞങ്ങൾ ഉണ്ടാക്കിയ കറിയാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ സ്നാക്സ് ഓറഞ്ച് മുന്തിരിയാണ് കൊണ്ടുവന്നത്.